കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കുന്നത് കൊണ്ട് അത് നിങ്ങളോട് അറിയിക്കുവാനാണ് ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വന്നത്. അപ്പോൾ ഇവിടെ ആയിരിക്കുന്ന അനേക യവനക്കാരുണ്ട്. അവർ ഒരു നാളിലും മദ്യത്തിലും മയക്കുമരുന്നിലും ലഹരി വസ്തുക്കൾക്ക് അടിമയായി അവരെ ഭവനത്തിന് വേണ്ടാത്തവരായി, ദേശത്തിന് വേണ്ടാത്തവരായി, ലോകത്തിലുള്ള വ്യക്തികൾക്ക് വളരെ പ്രതികൂലമായി ജീവിച്ച വ്യക്തികളെ ദൈവം സ്നേഹിച്ച് ദൈവം വിടുവിച്ച് അവർ ഈ ലോകത്തിലുള്ളതായ മദ്യത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ, ലഹരി വസ്തുക്കളിൽ നിന്ന്, മറ്റ് പാപപ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് യേശുവിനെ അറിയുവാനും എൻ്റെ യേശുവിൻ്റെതായ രക്ഷയെക്കുറിച്ച് മനസ്സിലാക്കുവാനും ഒക്കെ ദൈവം അവർക്ക് ഭാഗ്യം കൊടുത്തു. അപ്പോൾ അവരെന്ത് ചെയ്തു? ഈ ലോകത്തിലെ എൻ്റെ യേശുവിനെ കുറിച്ച് സകലെടുത്ത് ഭൂലോകത്തിലൊക്കെയും പോയി എൻ്റെ യേശുവിനെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് അവർ കടന്നുപോയി ഈ ശുശ്രൂഷ ഏറ്റെടുത്ത് ചെയ്യുന്നു. അനേകർ അവരെ പോലെ യവനക്കാരെ രക്ഷയുടെ ഭാഗത്ത് കൊണ്ടുവരുവാൻ, ഈ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് അവർ ഈ ദേശത്തും കടന്നു വരുവാൻ ഇടയായത്. ഇത് ഒരു സംഘടനയെ സഹായം കൊണ്ടല്ല അവർ ചെയ്യുന്നത്. ആഴ്ചയിൽ അവർ കടന്നുപോയി പലയിടത്തും പോയി ജോലി ചെയ്ത് അത് അധ്വാനിച്ച് കിട്ടുന്ന ധനം കൊണ്ടാണ്, അവരുടെ സ്വന്തം ചെലവിലാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അനേകർ പറയാനുള്ളത് അനേക സംഘടനകൾക്ക് അല്ലെങ്കിൽ സഹായത്തിന് വേണ്ടി അല്ലെങ്കിൽ വയറിന് വേണ്ടിയൊക്കെയാണ് ഇത് ചെയ്യുന്നതെന്ന്. അങ്ങനെയല്ല, എല്ലാവരും സ്വന്തം അധ്വാനം കൊണ്ട് അവർക്ക് കിട്ടുന്ന ധനത്തിൽ ഒരംശം മാറ്റിവെച്ച്, കാരണം അന്ന് അവർ കിട്ടുന്ന ധനമൊക്കെ മദ്യത്തിലും മയക്കുമരുന്നിലും ലഹരി വസ്തുക്കൾക്ക് ഉപയോഗിച്ചപ്പോൾ ഇന്ന് അതൊക്കെ മാറ്റിവെച്ചിട്ട് അവരത് ദൈവനാമത്തിന് വേണ്ടി, അവരെ പോലെ പാപത്തിലായിരുന്നവര് ഒരാത്മാവിനെങ്കിലും നേടുവാൻ കഴിഞ്ഞാൽ അത് പ്രയോജനമെന്ന് കരുതിയാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് ഈ മധ്യാഹ്നത്തിൽ നിങ്ങളെ ഞാൻ ഓർപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, ഞാൻ സമാധാനം തന്നേച്ച് പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്ന്. അപ്പോൾ ഇന്ന് അനേകർക്ക് സമാധാനമില്ലാത്തത് കൊണ്ടാണ് ഈ ലോകത്തിന് സമാധാനത്തിന് വേണ്ടി ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് കഴിയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ സമാധാനം ലഭിക്കുവാൻ ഇന്ന് അനേക മദ്യത്തിലും മയക്കുമരുന്നിലും ലഹരി വസ്തുക്കളിലും മറ്റതായ പാപപ്രവർത്തനങ്ങളിലും സമയം ചെലവഴിക്കുന്ന അനേകരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അതൊക്കെ കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ആ സമാധാനം നിൽക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമുക്കറിയാം, ഒരു വ്യക്തി ഇന്ന് മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് മക്കളെ ജനിപ്പിച്ച് അവരെ വളർത്തി നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരെ അങ്ങനെ വളർത്തുന്നു. രാവിലെ അവർ വളരെ കഷ്ടപ്പെട്ടാണ് അവരെ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി അവരെ സ്കൂളിലേക്ക് അയക്കുന്നത്. എന്നാൽ അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കടന്നുപോയി ഇന്ന് അനേകം ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് പാപ കൂട്ടുകെട്ടുകൾ അടിമപ്പെട്ട് വിദ്യാഭ്യാസങ്ങൾ നഷ്ടപ്പെട്ട് അനേകം ഉല്ലാസ യാത്രകൾ ചെയ്ത് ദൈവഹിതമല്ലാത്ത വഴികളിലൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയാം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പലയിടത്തും വെച്ച് അനേക കുഞ്ഞുങ്ങൾ മദ്യത്തിലും മയക്കുമരുന്നിലും ലഹരി വസ്തുക്കൾക്ക് അടിമയായിരിക്കുന്നത് കാണുവാൻ കഴിഞ്ഞിട്ടുമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് അവർ തന്റെ ജീവിതം നഷ്ടപ്പെടുത്തുന്നു നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക. ആദ്യം ധനമുള്ളപ്പോൾ കൂട്ടുകാർ കാണാം, ലഹരികൾ അവരെ ഉപയോഗിച്ചില്ലെങ്കിൽ നിർബന്ധിച്ച് അവരെ മദ്യത്തിലേക്ക് നയിക്കുവാനിടയാകാം. പിന്നത്തേതിൽ 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ അവരെ തികഞ്ഞ മദ്യപാനത്തിലേക്ക് അടിമപ്പെട്ട് കഴിയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുക. എന്നാൽ അവിടെ സമാധാനം ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ ആ വ്യക്തി മദ്യപാനം ഉപയോഗിച്ച് കഴിയുമ്പോൾ താൻ എന്ത് കാണിക്കുന്നെന്നോ എന്ത് പ്രവർത്തിക്കുന്നെന്നോ എവിടെയായിരിക്കുന്നെന്നോ തനിക്ക് അറിയുവാൻ കഴിയില്ല. എന്നാൽ അത് മുഖാന്തരം തന്റെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു, തന്റെ മാതാപിതാക്കൾ കരയുവാൻ തുടങ്ങുന്നു, സഹോദരങ്ങൾ കരയുവാൻ തുടങ്ങുന്നു, ദേശത്തിന് അപമാനം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം. എന്നാൽ ആ വ്യക്തി കൂട്ടുകാരെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രേരണയാൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞ് അല്പം കൂടെ കഴിയുമ്പോൾ തനിക്ക് നിർത്തുവാൻ കഴിയാതെ വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയാം. അപ്പോൾ സമാധാനത്തിന് വേണ്ടി ആരംഭിച്ചത് പിന്നത്തെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയാം. അതുപോലെ നമ്മുടെ ഭവനത്തില് ആദ്യ നാളുകളിലേക്ക് നോക്കുമ്പോൾ വാർദ്ധക്യത്തിലായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു യവനകാലം വിട്ട് കഴിയുന്നവരാണ് മദ്യം ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് നോക്കുമ്പോൾ ഏത് ആഘോഷ വേളകളില് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ പൈതങ്ങൾ പോലും ഒരുമിച്ച് കുടുംബമായിരുന്ന മദ്യപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കാരണം ഇന്ന് അറിവ് വളരെ വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുമ്പോൾ ഇന്ന് ലോകം നശിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക. നമ്മുടെ ഏത് കോളേജിന്റെ മുന്നിലും നമ്മൾ നോക്കണം, ഹോസ്റ്റലുകൾ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് നോക്കണം കുഞ്ഞുങ്ങൾ ഏതവസ്ഥയിലാണ് അവരായിരിക്കുന്നതെന്ന്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു സ്ഥലത്തുള്ള
യാത്ര ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ വിവരക്കാരായ പെൺകുഞ്ഞുങ്ങൾ പോലും മദ്യപിച്ച് പുകവലിച്ച് ഒരു ലക്കമില്ലാതെ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന ഒരു കാഴ്ച കാണുവാനിടയായി. ഏതോ സ്ഥലത്ത് മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ട് നാളെ അവരെ ഭാവി ഓർത്ത് നല്ല ജോലിക്ക് വേണ്ടി അവർ കഷ്ടപ്പെട്ട് വീടുകളിൽ നയിക്കുമ്പോൾ അവർ അധ്വാനിച്ച് കിട്ടുന്ന ധനം ഈ കുഞ്ഞുങ്ങൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങൾ നോക്കിയാൽ വെറും മ്ലേച്ഛമായ ഒരു അനുഭവത്തില് കാണുവാൻ കഴിയുക. ഇന്ന് പ്രായ വ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ മദ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ രാജ്യങ്ങൾ പറയുന്ന മദ്യക്കുപ്പി വാങ്ങിച്ചാൽ അതിൽ എഴുതിയിരിക്കും മദ്യ ശരീരത്തിന് ഹാനികരമെന്ന്. എന്നാൽ ഈ ലേബൽ വായിച്ചിട്ട് തന്നെയാണ് ഇവർ ഈ മദ്യം കുടിക്കുന്നത്. എന്നാൽ ഈ മദ്യം വിൽക്കുന്ന സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ മറ്റു മദ്യം ഉപയോഗിക്കുന്നവരെ പോലീസ് അറസ്റ്റ് ചെയ്യാറുണ്ട്, പെറ്റിയടിക്കാറുണ്ട്. എന്നാൽ ഈ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുവാനൊരു നിയമമില്ലാത്തൊരു അനുഭവം നമുക്ക് കാണുവാൻ കഴിയുക. എത്രയോ കുടുംബങ്ങൾ അനാഥമായി കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം എത്രയോ കൊലപാതകങ്ങൾ ഈ മദ്യത്തിന്റെ പിന്നിലാണ് നടക്കുന്നത്. കാരണം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വന്നിട്ട് മാതാവിനെ അടിക്കുന്ന അനുഭവം, കൊല്ലുന്ന അനുഭവം, പിതാവിനെ കൊല്ലുന്ന അനുഭവം, പിതാവ് മദ്യപിച്ച മക്കളെ കൊല്ലുന്ന അനുഭവം, അനേകം കുടുംബങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ കഴിയുക. എന്നാൽ ഇതിൽ നിന്നൊരു വിടുതൽ വേണം. ഈ മദ്യപാനത്തിൽ നിന്നൊരു വിടുതൽ വേണമെങ്കിൽ മാതാപിതാക്കൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ കരയണം. കാരണം അവരൊരു പരിധി കഴിഞ്ഞാൽ അവർ എവിടെയായിരിക്കുന്നോ അവരെന്ത് ചെയ്യുന്നു നമുക്ക് അറിയുവാൻ കഴിയില്ല. കാരണം ഇന്ന് മൊബൈൽ കൈകളിലുള്ളത് കാരണം അവർ ബെഡ്റൂമിലോ ഏത് സ്ഥലത്തായിരുന്നാലും അവർ കാണുന്ന കാഴ്ചകളും മോശമായ പ്രവർത്തനങ്ങളും ഒരിക്കലും മാതാപിതാക്കൾക്ക് മനസ്സിലാക്കുവാൻ കഴിയില്ല. ഒരു പരിധി കഴിഞ്ഞാൽ അവരെ ഉപദേശിക്കുവാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം ഒരു കുഞ്ഞ് നാട് വിട്ടു പോകുന്ന അനുഭവം. 13 വയസ്സേ ഉള്ളൂ. ആ കുഞ്ഞിനെ ഒന്ന് ശാസിച്ചപ്പോൾ അല്ലെങ്കിൽ ഒന്ന് മാതാവ് അല്ലെങ്കിൽ ഒന്ന് തെറ്റ് കാണിച്ചപ്പോൾ ഉപദേശിച്ചപ്പോൾ ആ കുഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒരു അനുഭവം. അപ്പോൾ ഒന്നും ചെയ്യാൻ വയ്യാത്തൊരു കാലഘട്ടം. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്, യെരൂശലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുറിച്ച് കരയുവാനാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ ദൈവം പറയുന്നത് ദൈവത്തിന് വേണ്ടി നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി ഒരു സഹോദരിയോട് ദൈവം പറയുന്നത് നിങ്ങൾ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. കാരണം ദൈവത്തിനല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് കൊണ്ടുവരുവാൻ ഒരിക്കലും കഴിയുകയില്ല എന്ന് നാം മറന്നു പോകരുത്. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ദേശത്ത് ഒരു മദ്യപാനിയായ ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ നിന്ന് പലപ്പോഴും ആ സഹോദരി കരയുന്ന കൊച്ച രാത്രികാലങ്ങളിൽ നിങ്ങൾ കേൾക്കാറുണ്ട്. ഭയങ്കരമായി ഉപദ്രവിക്കുക, ഭയങ്കരമായി നിലവിളിക്കുക. രാവിലെ ആ സഹോദരി കാല് പിടിച്ച് പറയും നിങ്ങളൊന്ന് കൂടി നിർത്തിയാൽ മാത്രം മതി, വേറൊന്നും വേണ്ട, നമ്മൾ മകളെ ഒന്ന് ഓർത്തെങ്കിലും ഇതൊന്ന് മതിയാക്കുക എന്ന് ആ സഹോദരി കരയുന്ന കരച്ചിൽ പലപ്പോഴും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ അനേകം കുടുംബങ്ങൾ ഇന്ന് തകർന്നു കൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല ഈ മദ്യപാനം തുടങ്ങി കഴിയുമ്പോൾ ആദ്യമൊക്കെ കൂട്ടുകാർ കാണും, പിന്നത്തേതിന് ഇവരൊക്കെ ഇങ്ങനെ പിരിഞ്ഞു പോകാം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം രോഗിയായി തീരുന്ന ഒരു അനുഭവം. ശരീരത്തിൽ പലവിധമാകുന്ന രോഗങ്ങൾ ഈ മദ്യപാന മുഖാന്തര ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കാരണം അനേക രോഗങ്ങൾ കടന്നു വരുന്നതായിട്ട് കാണുവാൻ കഴിയാം. ദൈവവചനം പഠിപ്പിക്കുന്നത് എന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കുമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. അപ്പൊ ഈ ശരീരം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അത് ദൈവം തന്നതാണ്. മനുഷ്യനെ പൊടി കൊണ്ടുളവാക്കി ജീവശ്വാസം മൂതി ജീവനുള്ള ദേഹിയാക്കി ദൈവം തീർത്തു. എന്തിനു വേണ്ടി തീർത്തു എന്ന് ചോദിച്ചാൽ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് ദൈവം ഈ മനുഷ്യനെ ഈ ലോകത്തിലേക്ക് അയക്കുവാനിടയായത്. ഈ മനുഷ്യൻ ഈ ദൈവം കൊടുത്ത ശരീരം വച്ചുകൊണ്ട് പാപപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ദൈവം ദുഃഖിക്കുന്നു എന്ന് മറന്നു പോകരുത്. അപ്പൊ ഈ ശരീരത്തിന്റെ അവകാശി ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ ദൈവമാണ്. നമ്മൾക്കൊന്നും ഈ ഭൂമിയിൽ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. കാരണം ഈ ശരീരത്തെ ജീവൻ തന്ന ദൈവം ആ ജീവനെന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയും. പിന്നെ അത് ശവശരീരമായിട്ട് മാറും. ഒന്നുകിൽ 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ അത് മറവ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ലോകത്തിൽ നമ്മൾ എന്ത് നേടിയാലും എന്തൊക്കെ സമ്പാദിച്ചാലും എത്ര ഉന്നത വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എത്ര നല്ല ജോലി ഉണ്ടെങ്കിലും എത്ര നല്ല ഭവനമുണ്ടെങ്കിലും ഈ ലോകത്തിൽ ജീവിക്കുവാൻ എത്ര പദവികൾ ഉണ്ടെങ്കിലും ഈ ലോകത്തില് അത് നശിച്ചു പോകുന്നതാണ്. കാരണം ദൈവം തന്ന ആത്മാവ് അതിന്റെ ഉടമസ്ഥൻ വിളിച്ചു കഴിയുമ്പോൾ ആത്മാവ് ദൈവം നൽകിയ സ്ഥാനത്തേക്ക് കടന്നു പോകേണ്ടതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ശരീരം, നമ്മുടെ പണം, നമ്മുടെ ഇഷ്ടം, നമുക്കതുകൊണ്ട് എന്ത് വേണമോ ചെയ്യാമെന്ന്. ഒരിക്കലും വിചാരിക്കരുത്. ഈ ശരീരത്തിന്റെ അവകാശം നമ്മളല്ല, അത് യഹോവയായ ദൈവമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ ശരീരത്തെ
വിശുദ്ധിയോടെ സൂക്ഷിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. ദൈവവചനം പഠിപ്പിക്കുമ്പോൾ ഗലാത്യർക്കെഴുതിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 5-ാം അധ്യായം നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കണം. ജഡത്തിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായ ഒരു മനുഷ്യരിൽ നിന്ന് മാറണമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. അതിൽ മദ്യപാനമുണ്ട്, പല പാപ പ്രവർത്തനങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതം ഈ ലോകത്തിൽ ആഘോഷിച്ച് ഉല്ലസിച്ച് പാപ ജീവിതത്തിൽ നയിച്ച് ഈ ലോകത്തിൽ വലിയ സ്ഥാനങ്ങൾ മാനങ്ങൾ നേടിയെടുത്ത് ഉല്ലസിച്ച് ജീവിച്ചാൽ നിന്റെ നിത്യത നഷ്ടപ്പെടുമെന്ന് നീ മറന്നു പോകരുത്. അതുപോലെ ഒരു മദ്യപാനിയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആ ശരീരം ദൈവത്തിൻ്റെതാണ്. ആ ശരീരത്തെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ആ ശരീരത്തെ നശിപ്പിച്ചാൽ ദൈവം ചോദിക്കുമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. എന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കുന്ന വചനം പഠിപ്പിക്കുമ്പോൾ ദൈവം എന്ന ശരീരത്തെ നമ്മൾ മദ്യപാന മുഖാന്തരം ലഹരി വസ്തുക്കൾ മുഖാന്തരം നമ്മൾ അത് നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവ രോഗങ്ങൾ കൊണ്ട് ആ ശരീരത്തെ ദണ്ഡിപ്പിക്കുവാനിടയാകും. ഇന്ന് പെട്ടെന്ന് അനേകർക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നു, ശ്വാസകോശ രോഗങ്ങൾ കടന്നു വരുന്നു, കരൾ സംബന്ധമായ രോഗങ്ങൾ കടന്നു വരുന്നു. ആ ശരീരത്തിൽ ആ രോഗം വന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ കടന്നു പോകുമ്പോൾ അനേക ലക്ഷങ്ങൾ വേണം അതിനൊന്ന് ചികിത്സിക്കുവാൻ. ദൈവം ദാനമായി തന്ന കണ്ണ്, ദൈവം ദാനമായി തന്ന ചെവി, ദൈവം ദാനമായി തന്ന നാവ്, ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ദൈവം നമുക്ക് ദാനമായി തരുവാനിടയായി. ആ ശരീരത്തെ നമ്മൾ ഈ ലോകത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് അതിനെ നശിപ്പിച്ച് കഴിയുമ്പോൾ അതിനെ ചികിത്സിച്ച് ഒന്ന് ഭേദം വരുത്തുവാൻ അനേക ലക്ഷങ്ങൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരുവാനിടയാകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു സമാധാനത്തിന് വേണ്ടി ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ നമ്മുടെ ഭവനം സമാധാനം നഷ്ടപ്പെടും, കുടുംബക്കാർക്ക് സമാധാനം നഷ്ടപ്പെടും, ദേശത്തിന് സമാധാനം നഷ്ടപ്പെടും. അത് മാത്രമല്ല നമ്മൾ രോഗികളായി തീരുവാനിടയാകും, ശാരീരികമായി നമ്മൾ രോഗികളായി തീരുവാനിടയാകും. അപ്പോൾ ഈ ശരീരത്തിന്റെ ഉടമസ്ഥൻ നമ്മുടെ ഈ ശരീരം നമുക്ക് തന്നിരിക്കുന്നത് ഈ ലോകത്തിലെ ലഹരി വസ്തുക്കളിലും പാപ പ്രവർത്തനങ്ങളിലും വെച്ച് ജീവിക്കുവാനല്ല, എന്റെ ദൈവത്തെ ആരാധിക്കുവാനാണെന്ന് നാം മറന്നു പോകരുത്. അതുപോലെ നമ്മൾ സാമ്പത്തികമായി നഷ്ടപ്പെടുവാനിടയാകാം. രാവിലെ നമ്മൾ അധ്വാനിക്കുവാൻ കടന്നു പോകുക. ഇന്ന് ഏത് ജോലിക്ക് ചെയ്താലും 1000 കൂടെ വരുമാനമുണ്ട്. അത് മുക്കാൽ ഭാഗവും മദ്യപാനത്തിലേക്ക് ഉപയോഗിക്കുന്നവരായി നമുക്ക് കാണുവാൻ കഴിയുക. കുപ്പിയെടുത്ത് വൈകുന്നേരം കടന്നു വന്ന് കൂട്ടുകാരൊന്നിച്ച് ആ മദ്യം കഴിക്കുമ്പോൾ അദ്ദേഹം രാപകലില്ലാതെ അധ്വാനിച്ച കാശ് വെറും പെട്ടെന്ന് നശിച്ചു പോകുന്നതായിട്ട് കാണുവാൻ കഴിയുക. തന്റെ ഭാര്യ കാത്തിരിക്കുക, തന്റെ ഭർത്താവ് വരും, കഴിയുന്ന കാര്യങ്ങളുണ്ട്, ഈ ധനം കൊണ്ടുവരും കാര്യങ്ങളൊക്കെ ചെയ്യാം. കുഞ്ഞുങ്ങൾ കാത്തിരിക്കും, എന്റെ അച്ഛന് ജോലിയുണ്ട്, ഇന്ന് നല്ല നല്ല പലഹാരം കഴിക്കുവാൻ കഴിയും എന്ന് കാത്തിരിക്കുന്ന മക്കൾ വരുമ്പോൾ കുറെ കൂട്ടരോടൊത്ത് മദ്യപിച്ച് ലക്കുകെട്ട് ഉടുവസ്ത്രം പോലും ധരിക്കാതെ കയറി വരുന്ന അച്ഛനെയോ സഹോദരങ്ങളെയോ ഒക്കെയാണ് കാണുന്നത്. ആ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു. എന്നാൽ അത് കഴിഞ്ഞ് പോകുമ്പോഴായിരിക്കും അവരുടെ ജീവിതത്തില് മദ്യപാനിയുടെ സ്വഭാവത്തിന് ചിലപ്പോൾ ആഹാരം വച്ചിരിക്കുന്ന സാധനങ്ങൾ വലിച്ചെറിഞ്ഞേക്കാം, അല്ലെങ്കിൽ കസേരകളും കട്ടിലുകളും വലിച്ചെറിഞ്ഞേക്കാം, ടിവികൾ അടിച്ചു പൊട്ടിച്ചേക്കാം, വീടിന്റെ ജനലിലൊക്കെ അടിച്ചു പൊട്ടിക്കുന്ന ഒരു അനുഭവം. ഇതൊക്കെ കാണുമ്പോൾ ആ കുടുംബത്തിന്റെ അന്തരീക്ഷം ആകെ മാറ്റിമറിക്കുന്ന ഒരു അനുഭവം. അവരെ സമാധാനം നഷ്ടപ്പെട്ടു പോയി. ദേശം അത് കാണുമ്പോൾ കുടിയന്റെ ഭാര്യ, കുടിയന്റെ മാതാവ്, സഹോദരങ്ങൾ, മക്കളെന്നുള്ള ലേബൽ കൊടുക്കുവാനിടയാകും. പ്രിയപ്പെട്ടവരെ, ദേശത്ത് നമ്മൾ നിന്ദിക്കപ്പെടുന്ന ഒരു അനുഭവം, സാമ്പത്തികമായി നഷ്ടപ്പെട്ടോ ദേശത്ത് നിന്ദിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ നമ്മുടെ ജീവിതം നോക്കുമ്പോൾ ഈ ആരംഭമുള്ള എല്ലാ വ്യക്തികളും നമ്മളോടൊപ്പം കാണും. കാരണം മദ്യത്തിലും പാപ വഴിയിലും ലോകത്തിന്റെ ഇൻപങ്ങളിലും ജീവിക്കുവാൻ അനേകര് കൂട്ടുകാർ കാണും. പിന്നത്തേതിലെല്ലാം നശിക്കുമ്പോൾ, എല്ലാം ഭൂമി നഷ്ടപ്പെട്ട്, ഭവനം നഷ്ടപ്പെട്ട്, ജീവിതം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എല്ലാവരും മാറ്റപ്പെടുവാനിടയാകും. ചിലപ്പോൾ തന്നെ കൂടെ ആയിരിക്കുന്ന ദാസി ഉപേക്ഷിച്ച് പോകാം, മക്കൾ ഉപേക്ഷിച്ച് പോകാം, മാതാപിതാക്കൾ തലവേദന എന്ന് എഴുതി അവിടെ പുറം തള്ളിയേക്കാം. ആരുമില്ലാത്തൊരു അനുഭവത്തിലേക്ക് എത്തുമ്പോൾ നീ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കാം. എനിക്ക് ഇനി ആരുമില്ല, ഈ ഭൂമിയിൽ എനിക്ക് ആരുമില്ല, എനിക്ക് ജീവിക്കുവാൻ വരില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യക്ക് ഒരുങ്ങുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയുക. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തില് ഒരു മുടിയനായ പുത്രനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വസ്തുവകയൊക്കെ പിതാവിനോട് ചോദിച്ച് വാങ്ങിച്ച് താൻ അതെല്ലാം വിറ്റ് കൂട്ടുകാരുമായിട്ട് ഉല്ലാസത്തിലേക്ക് കടന്നുപോയി. താൻ ഉല്ലസിക്കുവാനിടയായി, കൂട്ടുകാരോട് പാനം നിൽക്കുവാനിടയായി. തന്റെ ധനം നഷ്ടപ്പെട്ടപ്പോൾ കൂട്ടുകാർ ഉപേക്ഷിച്ചു, എല്ലാം നഷ്ടപ്പെട്ടു പോകുവാനിടയായി. അവസാനം പന്നി മേയ്ക്കുന്ന ഒരു ജോലി തനിക്ക് ലഭിച്ചു. ആ പന്നിക്ക് കൊടുക്കുന്ന ആഹാരം താൻ കഴിച്ചതായിട്ട് വേദപുസ്തകത്തില് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവസാനം അദ്ദേഹത്തിന് സുബോധം വരുവാനിടയായി. എന്റെ അപ്പന്റെ വീട്ടിൽ അനേകര് ആഹാരം കഴിച്ച് സമൃദ്ധിയായിട്ട് ജീവിക്കുമ്പോൾ ഞാനിത് പന്നിക്ക് കൊടുക്കുന്ന
ആഹാരം കഴിച്ച് ജീവിക്കുന്നു. ഞാൻ അപ്പന്റെ അടുക്കൽ മടങ്ങിപ്പോക, അപ്പനോട് ഞാൻ ചെന്ന് മാപ്പ് പറയുക, അപ്പൻ എന്നെ ചേർത്തുകൊള്ളുമെന്ന് തനിക്കൊരു പ്രതീക്ഷ കടന്നു വന്നു. ആ പ്രതീക്ഷ കൈവിടാതെ താൻ മടങ്ങി വരുന്ന ഒരു കാഴ്ച വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അനേകര് ഇങ്ങനെ ആയിരിക്കുമ്പോൾ, മരണത്തിന്റെ അനുഭവത്തിൽ എത്തുമ്പോൾ ഈ ഒരു പ്രേരണ അവർക്ക് വരാറില്ല. കാരണം അവരെ ഭരിക്കുന്നത് ജഡത്തിന്റെ സ്വഭാവം കൊണ്ടിട്ടിരിക്കുന്നത് പൈശാചിക ശക്തിയാണ്. ആ പിശാച് ഒരു ആത്മാവെന്ന് പറയുന്നത് ഭൂലോകത്തെക്കാളും വിലയേറിയതാണ്. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുമെന്ന് വചനം പഠിപ്പിക്കുന്നു. ഈ സർവ്വലോകവും പിശാചിന്റെ അധീനതയിലായിരിക്കുമ്പോൾ ഈ പിശാച് ഒരു മനുഷ്യനെ രക്ഷയുടെ ഭാഗത്ത് വരുവാൻ സമ്മതിക്കുകയില്ല. ആ വ്യക്തിക്ക് ആത്മഹത്യ ചെയ്താൽ അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുന്ന ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് ഭൂലോകത്തെക്കാളും വിലയേറിയ ആത്മാവാണ് ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. ഈ ഭൂലോകത്തെക്കാളുമുള്ള ആത്മാവിനെ നഷ്ടപ്പെടുത്തുവാൻ അവൻ ആത്മഹത്യയുടെ പ്രേരണ കൊണ്ടിടും. ഈ പ്രേരണ വരുമ്പോൾ അവൻ ഓടിച്ചെന്ന് മരണപ്പെടുവാൻ ശ്രമിക്കും. ഒന്നുകിൽ അവൻ തൂങ്ങിച്ചാവുവാൻ, അല്ലെങ്കിൽ വിഷമടിക്കുവാൻ, അല്ലെങ്കിൽ മറ്റുള്ളത് എന്തെങ്കിലും ചെയ്ത് മരിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു അനുഭവം. എന്നാൽ ബൈബിൾ പറയുന്നു, ഈ വ്യക്തിക്ക് സുബോധം വന്നിട്ട് തന്റെ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങി വരുന്ന ഒരു കാഴ്ച. ഈ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങി വരുമ്പോൾ ഈ അപ്പൻ രാപകലില്ലാതെ പ്രാർത്ഥിക്കുന്നു, എന്റെ മകൻ എന്തെങ്കിലും മാനസാന്തരപ്പെട്ട് ഒരു നല്ല മനസാക്ഷിയോടെ മടങ്ങി വരുമെന്ന് കാത്തിരിക്കുന്ന ഒരു അനുഭവം. എന്നാൽ ആ വ്യക്തി കടന്നു വരുമ്പോൾ അപ്പോൾ ഓടിച്ചെന്ന് ഈ മകനെ കെട്ടിപ്പിടിക്കുന്ന ഒരു അനുഭവം. പ്രിയപ്പെട്ടവരെ, ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചവനെ കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിച്ച് വിരുന്ന് കഴിച്ച് തന്നെ ചേർത്ത് കൊള്ളുന്ന ഒരു കാഴ്ച ഈ വേദപുസ്തകം നമ്മളെ കാണിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ അവസ്ഥയിലാണോ നിങ്ങൾ? എന്നാൽ നിനക്ക് ആർക്കും വേണ്ട എന്ന് പറഞ്ഞ്, എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് എന്റെ ഭാര്യ ഉപേക്ഷിച്ചോ, എന്റെ മാതാപിതാക്കൾ ഉപേക്ഷിച്ചോ, എന്റെ സഹോദരങ്ങൾ ഉപേക്ഷിച്ചോ, എന്റെ നാട്ടുകാരനെ ഉപേക്ഷിച്ചോ, എന്നെ വെറും മോശമായി കാണുന്നു എന്ന് നീ വിചാരിച്ച് ഭാരപ്പെട്ട് ഇനി എനിക്ക് ജീവിതം വേണ്ട എന്ന് നീ നിന്നെ തന്നെ സമർപ്പിച്ച് ആയിരിക്കുന്നു എങ്കിൽ നിനക്ക് യേശുവിനെ നിന്നെ വേണ. യേശു നിന്റെ ഹൃദയത്തിന്റെ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന് ഞാൻ അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. അപ്പൊ ഈ ഭൂമിയിൽ എത്ര വലിയ പാപത്തെയും ക്ഷമിക്കുവാൻ അധികാരമുള്ളവനാണ് നമ്മുടെ ദൈവം. പാപത്തെ വെറുത്തിട്ട് പാപിയെ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. പാപിയെ തേടി വന്നാണ് ഈ ലോകത്തിന്റെ യേശു കർത്താവ് വന്നത്. ഈ പാപത്തിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ കഴിയുന്ന യേശു മാത്രം. ആ യേശുവിന്റെ അടുക്കലേക്ക് ഈ പകൽക്കാലം നീ കടന്നു വരുമെങ്കിൽ, നിന്റെ ഹൃദയം ദൈവത്തിന് കൊടുക്കുമെങ്കിൽ, സകല പാപവും ദൈവം നിന്നോട് ക്ഷമിച്ച് നിനക്ക് മാപ്പ് തന്ന് നിന്റെ ആത്മാവിന് ദൈവം ആശ്വാസം തരാ. നീ ഈ ലോകത്തിൽ ആത്മഹത്യ ചെയ്യണ്ട. നീ ഈ ലോകത്തിലുള്ള എല്ലാ ദുർവഴികളും ഉപേക്ഷിച്ച്, നിന്റെ ജഡത്തിൻ്റെതായ സ്വഭാവങ്ങൾ ഉപേക്ഷിച്ച് നീ മാനസാന്തരപ്പെട്ട് നീ ദൈവസന്നിധി വന്ന് വ്യവസ്ഥയോടുകൂടി ആരാധിക്കുന്ന ഒരു സഭയിൽ കടന്നുപോയി നീ ദൈവവചനം കേട്ട് ആ വചനം വിശ്വസിച്ച് നീ മാനസാന്തരപ്പെട്ട് നീ സ്നാനപ്പെട്ട് നീ അഭിഷേകം പ്രാപിച്ചാൽ തീർച്ചയായിട്ടും നിന്റെ ജീവന്റെ പുസ്തകത്തില് നിന്റെ പേരെഴുതി കാണുവാനിടയാകും. എത്ര വലിയ പാപത്തെയും ക്ഷമിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുക. ഈ ലോകത്തിൽ ഒരു വ്യക്തിയും നിന്റെ പാപം ക്ഷമിക്കയില്ല. വിശുദ്ധ വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ പാപിനിയായ ഒരു സ്ത്രീയെ അനേകർ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ കൊണ്ടുവന്നു. എന്നാൽ യേശു കർത്താവ് ആ പാപത്തെ ക്ഷമിച്ചിട്ട് അവളോട് ഇനി പാപം ചെയ്യരുത് എന്ന് താക്കീത് കൊടുത്ത് അവളെ ഒരു ദൈവമകളാക്കി തീർക്കുവാനിടയായി. അനേകരോട് യേശുവിന്റെ സാക്ഷ്യം പറയുവാന് ഇന്ന് ലോകമെമ്പാടും പ്രസംഗിക്കുന്ന സകല ഇടങ്ങളില് എന്റെ യേശുവിനെ കുറിച്ച് പറയുന്നിടത്തല്ല ഈ സഹോദരിയെ കുറിച്ച് പറയുവാനിടയായി. പ്രിയപ്പെട്ട മക്കളെ, ഈ ദേശത്തോട് എനിക്ക് പറയുവാനുള്ളത്, എന്റെ യേശുവിനെ കൂടെ അല്ലാതെ നിനക്ക് വിടുതലില്ല. ഈ ലോകത്തിലെ നേർച്ചകൾക്കോ കാഴ്ചകൾക്കോ വഴിപാടുകൾക്കോ ഈ ലോകത്തിലെ പുണ്യപ്രവർത്തികൾക്കോ ഒന്നും നിന്നെ രക്ഷിക്കാൻ കഴിയുകയില്ല. നീ നിന്റെ ഹൃദയം യേശുവിനായി കൊടുത്ത് യേശുവിനായി സമർപ്പിച്ച് നീ ഇന്ന് യേശുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യുക. അതിനായി ഈ ദേശത്തെയും ദേശവാസികളെയും ഈ ലഘു സന്ദേശം കേട്ട എല്ലാവരെയും ദൈവം അതിനേക്കായി ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലഘു സന്ദേശത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയരെ, ഇവിടെ മുഴങ്ങി കേട്ട ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ എത്ര പേർ അത് കേട്ടു, അത് അംഗീകരിച്ചു എന്ന് ഞങ്ങൾക്കറിയത്തില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകം എങ്ങനെയാണ് പറയുന്നത്? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവർ ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശു ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. അതേ പ്രിയരെ, ഞങ്ങളാരും ഇവിടെ പ്രസംഗം കേട്ട നിങ്ങളാരും, അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ഞങ്ങളായാലും ആരും നശിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല.
അതുകൊണ്ട് ഈ പാപിയായി തീർന്ന, പാപിയായി മരിക്കുവാൻ വേണ്ടി വിധി എഴുതപ്പെട്ട എന്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് ദൈവമൊരുക്കിയ ഒരു രക്ഷാ നിർണയമാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ഈ ദിവസങ്ങളിൽ ആ യേശു ക്രിസ്തുവിന്റെ അടുക്കേക്ക് നിങ്ങൾ കടന്നു വരുവാൻ തയ്യാറായാൽ, ഞങ്ങളുടെയൊക്കെ പഴയ കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ ജീവിതത്തിനകത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥ ഉപയോഗങ്ങളും ഉപയോഗിച്ച് ദേശത്തിനും കുടുംബത്തിനും സമൂഹത്തിനും ഒരു തലവേദനയായി നിന്ന ഒരു കാലഘട്ടങ്ങൾ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. എന്നാൽ ആ കാലഘട്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ ഒരു നല്ലൊരു വ്യക്തിത്വമാക്കി, കുടുംബത്തിനും സമൂഹത്തിനും ദേശത്തിനും നല്ലൊരു വ്യക്തിത്വമാക്കി മാറ്റിയത് ഈ ലോകത്തിലെ ഇസങ്ങളോ, ഈ ലോകത്തിലെ തത്വചിന്തകന്മാരോ, ഈ ലോകത്തിൽ പിറവിയെടുത്ത ഒരു മനുഷ്യരോ അല്ല, മറിച്ച് ഇവിടെ പ്രസംഗിക്കപ്പെട്ട ആ യേശു ക്രിസ്തുവാണ് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വ്യത്യാസം വരുവാൻ ഇടയായി തീർന്നത്, വ്യത്യാസം വരുത്തുവാൻ ഇടയായി തീർന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഞങ്ങളുടെ ജീവിതത്തിനകത്തുള്ള വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ വേണ്ടി മാത്രമല്ല യേശുക്രിസ്തു ഈ ഭൂമിയിൽ പിറവിയെടുക്കുവാൻ ഇടയായിത്തുന്നത്. സർവ്വ മനുഷ്യർക്കും വേണ്ടി, വർണ്ണ വർഗ ഭേദ വ്യത്യാസമന്യേ എല്ലാവർക്കും വേണ്ടി ദൈവമൊരുക്കിയ രക്ഷാ നിർണയമാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. ആ യേശുക്രിസ്തുവിൽ ഈ ദിവസങ്ങൾ വിശ്വസിച്ചുകൊണ്ട്, ആ യേശുക്രിസ്തുവിൽ നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ തയ്യാറായാൽ, നിത്യമായ നരകത്തിൽ നിന്ന് നിത്യമായ സ്വർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുവാൻ ശക്തിയുള്ള, പ്രാപ്തിയുള്ള, കഴിവുമുള്ള വചനമാണ്, ദൈവമാണ് യേശുക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ദേശത്ത് നിന്ന് കടന്നു പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ ഉരുവിട്ട ആ വേദശകലത്തെ ഈ ദേശത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ദേശത്ത് നിന്ന് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ, നാം വിടുവിക്കപ്പെടുവാൻ, നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുവാൻ, നമ്മുടെ ശാപങ്ങൾക്ക് പരിഹാരമായി, നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി, നിങ്ങളുടെ നിത്യ നരകത്തിൽ നിന്ന് നിത്യതയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല എന്ന് ഞങ്ങൾ ഉറക്കെ ഈ ദേശത്തോട് വിളിച്ചു പറയുകയാണ്. ഈ യേശുക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങളെ രക്ഷിക്കട്ടെ. ഈ യേശുക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങളുടെ മുറിവുകളെ കെട്ടട്ടെ. ഈ യേശുക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങൾക്കൊരു പാപക്ഷമ നൽകട്ടെ. ഈ യേശുക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങളെ നിത്യ നരകത്തിൽ നിന്ന് നിത്യ സ്വർഗത്തിലേക്ക് എത്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ദേശത്ത് നിന്ന് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാൻ ഇടയായി തീരട്ടെ. തുടർന്ന് പാസ്റ്റർ ഷിനിമോൻ അവറുകൾ കടന്നു വന്ന് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ ഈ ദേശത്ത് നിന്ന് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹമേറിയ നല്ല മധ്യാഹ്നത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. ഈ ദേശത്ത് കേൾക്കപ്പെട്ട അങ്ങയുടെ വചനം ദേശനിവാസികൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് കർത്താവ് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ സന്നിധിയിൽ കർത്താവ് സമർപ്പണത്തോടെ ആഗ്രഹത്തോടുകൂടി കർത്താവെ അങ്ങയുടെ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ നാളുകളിൽ അവര് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമങ്ങളിൽ നിന്നും, ഭാരങ്ങളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും ദൈവം അവിടുന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന നാളുകളിൽ സന്തോഷത്തിന്റെ നാളുകളായി ദൈവം അവിടുന്ന് മാറ്റുന്ന വലിയ ദയക്കായി ഞങ്ങൾ അങ്ങയോട് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് നാളുകളിൽ അനേക യൗവനക്കാര് ദേശത്ത് നിന്ന് കർത്താവിനെ സ്വീകരിപ്പാൻ ദൈവം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്നുള്ള ദൈവത്തിന്റെ വചനം ഈ ദേശത്തിന് മേൽ ദൈവമേ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സകലരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഈ ദൈവസാന്നിധ്യങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നു. തിരുസാന്നിധ്യം നിങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം മുഴുവനും അവിടുന്ന് എടുക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇതുവരെ ഞങ്ങളുടെ ശബ്ദം സശ്രദ്ധം ശ്രവിച്ചുകൊണ്ടിരുന്ന ഈ ദേശത്തിലെ എല്ലാ നല്ലവരായ ദേശനിവാസികൾക്കും ഒരിക്കൽ കൂടി തിരുവനന്തപുരം യൂത്ത് വിംഗ് ഫോർ ഫോക്കസ് ഓൺ ജീസസ് ക്രൈസ്റ്റിന്റെയും കേരള മദ്യനിരോധന സമിതിയുടെ പേരിലുള്ള ഹൃദ്യംഗമായിട്ടുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് ദേശത്തെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ.